വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വിത്ത് എക്സ്പ്ലനേഷൻസുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യ ക്വസ്റ്റ്യൻസ് വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില സുപ്രധാനമായിട്ടുള്ള ഡെഫിനിഷൻസുകളാണ്. അപ്പൊ ഡെഫിനിഷൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകുക. ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആദ്യ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഫേമസ് ഡിക്റ്റം യൂസ്ഡ് ബൈ R.G. Collingwood ടു പ്രസന്റ് ഹിസ് ഐഡിയ ഓഫ് ഹിസ്റ്ററി? R.G. Collingwood അദ്ദേഹത്തിന്റെ ഐഡിയ പ്രകടിതമാക്കുന്നതിന് അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ച് വ്യക്തമാക്കുന്നതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിക്റ്റം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. All history is the history of thought. Option A. Option B. All history is contemporary. Option C. History is the progressive realization of the universal idea. Option D. The wish is father to the thought. So the correct answer. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തായിരിക്കും? Here the correct answer. All history is the history of thought. The famous dictum used by R.G. Collingwood to present his idea of history is all history is the history of thought. So, okay, then അടുത്ത ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ദ പാക്ക് ഓഫ് ട്രിക്സ് വി പ്ലേഡ് ഓൺ ദ ഡെത്ത്. അതായത് മരിച്ചവരോട് നമ്മൾ കാണിക്കുന്ന ചില ട്രിക്സുകളാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻ എ അർണോൾഡ് ടോയിൻബി, ഓപ്ഷൻ ബി വോൾട്ടയർ, ഓപ്ഷൻ സി മാർക്ക് ബ്ലോക്ക്, ഓപ്ഷൻ ഡി സീലി. Here the correct answer, option B, Voltaire is the correct answer. Okay, next അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Who defined history as the science of man in time? In which book could you find this definition? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ചരിത്രകാരനാണ് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലൂടെയാണ് ദ സയൻസ് ഓഫ് മാൻ ഇൻ ടൈം എന്ന്, ചരിത്രത്തെ സയൻസ് ഓഫ് മാൻ ഇൻ ടൈം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ചരിത്രകാരനാണ്, അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിൽ നിന്നുമാണ്? ഓപ്ഷൻ എ പാട്രിക് ഗാർണർ, ദ തിയറീസ് ഓഫ് ഹിസ്റ്ററി. ഓപ്ഷൻ ബി മാർക്ക് ബ്ലോക്ക്, ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്. ഓപ്ഷൻ സി E.H. Carr, what is history? Option D Arthur Marwick, the nature of history. So the correct answer, മാർക്ക് ബ്ലോക്കിന്റെ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഹിസ്റ്ററിയെ ദ സയൻസ് ഓഫ് മാൻ എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തു. ഹി ബിലോങ് ടു ദി അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻ ആണ്. ആര്? മാർക്ക് ബ്ലോക്സ് ഒരു അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻ ആണ് കേട്ടോ. ഹിസ്റ്ററി ഇസ് ദ റെക്കോർഡ് ഓഫ് ക്ലാസ്റ്റുകൾ എന്ന് ഡിഫൈൻ ചെയ്തത് ആരാണ്? ഹിസ്റ്ററി ഇസ് ദ റെക്കോർഡ് ഓഫ് ക്ലാസ്റ്റുകൾ. ഓപ്ഷൻ എ കാർൽ മാക്സ്, ഓപ്ഷൻ ബി വോൾട്ടയർ, ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി വന്നിട്ട് ഡി കോസാംബി, ഓപ്ഷൻ ഡി ഇബിൻ ഖൽദൂൺ. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കാർൽ മാക്സ്. ഹി ബിലോങ് ടു ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ കൂടിയായിരുന്നു കാറൽ മാക്സ്. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡിക്റ്റം ആയിരുന്നു ഹിസ്റ്ററി ഇസ് ദ റെക്കോർഡ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ. Okay, then next question, who defined all history is the contemporary history? Who defined all history is the contemporary history എന്ന് ഡിഫൈൻ ചെയ്തത്? ഓപ്ഷൻ എ ക്രോസി, ഓപ്ഷൻ ബി റൂസെ, ഓപ്ഷൻ സി കാർലെ, ഓപ്ഷൻ ഡി വോൾട്ടയർ. ഓപ്ഷൻ എ is the correct answer. ക്രോസെ is the correct answer. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി? ആരാണ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ മാർവിക്, ഓപ്ഷൻ ബി അർണോൾഡ് ടോയിൻബി, ഓപ്ഷൻ സി തോംസൺ, ഓപ്ഷൻ ഡി വന്നിട്ട് റൂസെ. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അർണോൾഡ് ടോയിൻബി. ഓക്കെ ആണ്. നമ്മുടെ സെറ്റ് എക്സാമിനേഷന്റെ പുതിയൊരു ബാച്ച് നമ്മുടെ ടോസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം തന്നെയാണ് നെക്സ്റ്റ് ബാച്ച് സെറ്റ് 2026 ആരംഭിക്കുന്നത്. ഓക്കെ ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി കടന്നു പോകാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഹിസ്റ്ററി ഇസ് ദ റെക്കോർഡ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി, വേൾഡ് സിവിലൈസേഷൻ ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ നാച്ചർ ഓഫ് ദാറ്റ് സൊസൈറ്റി, സച്ച് എ savagery and group of solidarity. This was the how medieval historian defined history in 1379. Identify him. 1379 ഒരു മധ്യകാല ചരിത്രകാരനാണ് ചരിത്രത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചത്. ഹിസ്റ്ററി ഇസ് ദ റെക്കോർഡ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ആണ്. ചരിത്രം എന്ന് പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റിയുടെ റെക്കോർഡാണ്. വേൾഡ് സിവിലൈസേഷൻ ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ നാച്ചർ ഓഫ് ദാറ്റ് സൊസൈറ്റി, സച്ച് ആസ് സാവജറി മീൻസ് കാട്ടാളത്തിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റിയിലേക്ക്, സോളിഡാരിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സഹായിച്ച, സമൂഹത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചരിത്രത്തെ ഡെഫിനിഷൻ കൊടുത്തത് ആരായിരുന്നു? 1379. ദാറ്റ് ഈസ് ബൈ ഇബിൻ ഖൽദൂൻ ആണ്. അദ്ദേഹം ഒരു മധ്യകാല ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു വളരെ പ്രശസ്തമായ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് മുഖദ്ദിമ. എന്താണ്? മുഖദ്ദിമ. അത് ആ ബുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then next ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. Which of the following are the objectives of research? റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് ഏതാണെന്ന് നിങ്ങൾ പറയുക. ഓപ്ഷൻ 1 വന്നിട്ട് to find out the truth, to gain the new insight. Option 3 to investigate the moral behavior of the individual. Option D to improve the intellectual capacity of the researcher. So the correct answer. അപ്പൊ നിങ്ങൾ നോക്കി, ഗവേഷണത്തിന്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണ്? To find out the truth, that is the correct. To gain the new insight is the correct.
ബട്ട് ഒരു വ്യക്തികളുടെ മോറൽ ബിഹേവിയറിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളുടെ ചരിത്ര ഗവേഷണത്തിന്റെ ഉദ്ദേശമാണോ, ഒബ്ജക്റ്റീവ് ആണോ? അല്ല. To improve the intellectual capacity of the research is not a objectives of research. So here the correct answer option 1 and 2, both of them is the correct answer. Option D is the correct answer. Option 1 and 2 only is the correct answer. Okay ആണ്. അപ്പൊ ഇത് റിസർച്ച് പാർട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഒബ്ജക്ടിവിറ്റി ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഹൈപ്പോതീസിസ്, ഒബ്ജക്ടിവിറ്റി, സബ്ജക്ടിവിറ്റി, ഇതൊക്കെ നെക്സ്റ്റ് ഒരു മൊഡ്യൂളിന്റെ പാർട്ടാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് കൃത്യമായിട്ട് എന്താണ് സബ്ജക്ടിവിറ്റി, ആത്മനിഷ്ഠത, വസ്തുനിഷ്ഠത, ഹൈപ്പോതീസിസ് എങ്ങനെയാണ് രൂപീകരിച്ചെടുക്കുന്നത്, ഇതെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പൊ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഒബ്ജക്ടിവിറ്റി ഇൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഒബ്ജക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, ഒബ്ജക്ടിവിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഏതാണ്? Option A, presenting historical events through the lens of personal emotions and belief. Option B, striving the present information without bias, relying the evidence and rational analysis. Option C, ignoring alternative perspectives and focusing only on interpretation, prioritizing personal anecdotes over the verifiable historical fact. So the correct answer, striving to present information without bias, അതായത് പക്ഷാപാതങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആത്മനിഷ്ഠത ഒഴിവാക്കുക, അതാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. റിലൈങ് എവിഡൻസ് ആൻഡ് റാഷണൽ അനാലിസിസ്, യുക്തിപരമായ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക, ആത്മനിഷ്ഠത ഒഴിവാക്കുക. അതെ, അതിനെയാണ് നമ്മൾ ഒബ്ജക്ടിവിറ്റി എന്നതുകൊണ്ട്. അപ്പൊ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഈസ് വി ആസ് എ research scholar, he must be understanding about the objectivity and the subjectivity and also the truthfulness. Then another question, philosophical concern with the theory of understanding the interpretation can be called. Philosophical concern ന്റെ ഭാഗമായിട്ട് the theory of understanding the interpretation is called philosophical concern. നിങ്ങൾ ദാർശനിക തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള concern with the theory of ഒരു തിയറി നമ്മൾ ദാർശനിക തത്വത്തിൽ അധിഷ്ഠിതമായ അതിന്റെ ഇന്റർപ്രിട്ടേഷനെ മനസ്സിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ കോൺസെപ്റ്റ് എന്താണ്? ഫിലോസഫിക്കൽ കൺസേൺ വിത്ത് ദ തിയറി ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ബി കോൾഡ് ലിറ്റററി ക്രിറ്റിസിസം, textual criticism, hermeneutics, historicism. Which is the correct answer? Option C is the correct answer. That is the hermeneutics. എന്താണ്? hermeneutics is the correct answer. ഇതുപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിലൊന്നാണ് ഹെർമിന്യൂട്ടിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹെർമിന്യൂട്ടിക്സ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഹെർമിന്യൂട്ടിക്സുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഫിലോസഫിക്കൽ കൺസേൺ വിത്ത് തിയറി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇന്റർപ്രിട്ടേഷൻ, അതായത് വ്യാഖ്യാന ഒരു ദാർശനിക സിദ്ധാന്തത്തിന്റെ ഏത് ദാർശനിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കുന്നത്, ഇന്റർപ്രിട്ടേഷനെ മനസ്സിലാക്കുന്നത് ഏത് ദാർശനിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ദാറ്റ് ഈസ് ഹെർമിന്യൂട്ടിക്സ്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഹെർമിന്യൂട്ടിക്സ് ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെർമിന്യൂട്ടിക്സ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് നോക്കൂ. ക്രിറ്റിസിസം, ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടിയിട്ടുള്ളത്, അതായത് വളരെ പ്രാധാന്യത്തോടു കൂടി ഓടി ഒന്ന് പഠിക്കേണ്ടത് എക്സ്റ്റേണൽ, ഇന്റേണൽ, ഹൈപ്പർ ക്രിറ്റിസിസം. മനസ്സിലായിട്ടുള്ളത്? ഇത് പഠിച്ചു തന്നെ പോവുക. അപ്പൊ നമുക്ക് നോക്കാം. ക്രിറ്റിസിസം ഡിറ്റർമിൻ ദ ഓതർഷിപ്പ്, പ്ലേസ് ആൻഡ് ടൈം ഓഫ് ദ ഡോക്യുമെന്റ്. അപ്പോ പ്ലേസ് ആൻഡ് ടൈം, ഓതർഷിപ്പ് ഓഫ് ദ ഡോക്യുമെന്റിനെ കുറിച്ച് ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്ന ക്രിറ്റിസിസം ഏതാണ്? ഇന്റർപ്രറ്റീവ്. ഓപ്ഷൻ ബി ഇന്റേണൽ ക്രിറ്റിസിസം, ഓപ്ഷൻ സി എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഓപ്ഷൻ ഡി ഹയർ ക്രിറ്റിസിസം. സോ ദ കറക്റ്റ് ആൻസർ എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ഈ എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തെയാണ് നമ്മൾ ലോവർ ക്രിറ്റിസിസം, സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ദ ലോവർ ക്രിറ്റിസിസം എന്ന് കൂടി നമ്മൾ അറിയപ്പെടുന്നു. മറക്കല്ലേ. ക്രിറ്റിസിസം ഡിറ്റർമൈൻ ദ ഓതർഷിപ്പ്, പ്ലേസ് ആൻഡ് ടൈം ഓഫ് ദ ഡോക്യുമെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ, എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്റേണൽ ക്രിറ്റിസിസം എന്താണെന്ന് കൂടി കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സംടൈം ഇറ്റ് ഈസ് കോൾഡ് ദ ഹയർ ക്രിറ്റിസിസം. ഇന്റേണൽ ക്രിറ്റിസിസത്തെയാണ് ഹയർ ക്രിറ്റിസിസം എന്ന് അറിയപ്പെടുന്നത്. ദ മീനിങ് ആൻഡ് ട്രസ്റ്റ്വർത്തിനെസ് ഓഫ് ദി കണ്ടന്റ്, കണ്ടന്റിന്റെ ട്രസ്റ്റ്വർത്തിനെസ് അല്ലെ, ട്രസ്റ്റ് വർത്തീസ് നമുക്ക് അറിയുക. എന്തിന്റെ? ഒരു കണ്ടന്റിന്റെ ട്രസ്റ്റ് വർത്തീസും അതിന്റെ മീനിങ്ങും അറിയുക. ഓഫ് ദ ഡോക്യുമെന്റ് വാല്യൂ ആൻഡ് വർത്ത് ഓഫ് ഇറ്റ്സ് കണ്ടന്റ്, അതിന്റെ ആ ഡോക്യുമെന്റിന്റെ വാല്യൂം വർത്തും ട്രസ്റ്റ് വർത്തീസും ഒക്കെ അറിയുന്നതിന് തുടർച്ചയായിട്ടും ഒരു റിലയബിലിറ്റി, ഇറ്റ്സ് ലിറ്റററി മീനിങ് റിലയബിലിറ്റി ദ സ്റ്റേറ്റ്മെന്റ് themselves. Internal criticism in historical research focus in evaluating the content of the source. Evaluation നമ്മൾ എന്താ? കണ്ടന്റ് ഓഫ് ദ സോഴ്സിനെ ഇവാലുവേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തീസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇന്റേണൽ ക്രിറ്റിസിസം. മറക്കല്ലേ. അതുകൊണ്ട് തന്നെ എന്തെന്ന് അറിയപ്പെടുന്നു ഈ ക്രിറ്റിസിസത്തെ? ഹയർ ക്രിറ്റിസിസം എന്ന് കൂടി അറിയപ്പെടുന്നു. മറക്കല്ലേ. എക്സ്റ്റേണലും ഇന്റേണലും ചോദിക്കും. വളരെ പ്രാധാന്യമാണ്. ഹെർമിന്യൂട്ടിക്സും വളരെ പ്രാധാന്യമാണ്.
Then the use of mathematics and statistics has been raised to new branch of history is called mathematics statistics historical research നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു പുതിയ ബ്രാഞ്ച് തന്നെ ചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ കടന്നു വന്നു. ദാറ്റ് ഈസ് ക്ലിയോമെട്രിക്സ്, ഓപ്ഷൻ ബി ഹിസ്റ്റോറിസം, ഓപ്ഷൻ സി പോസിറ്റിവിസം, ഓപ്ഷൻ ഡി സിഗിലോഗ്രാഫി. ദ സ്റ്റഡി ഓഫ് സീൽ എന്താ കുട്ടികളെ? സ്റ്റഡി ഓഫ് സീലിനെയാണ് നമ്മൾ സിഗിലോഗ്രാഫി എന്ന് പറയുന്നത്. പോസിറ്റിവിസത്തിന്റെ പിതാവ് ആരാ കുട്ടികളെ? അഗസ്റ്റ് കോംറ്റെ ആണ് അല്ലെ. ബ്രോഡർ ആയിട്ടുള്ള നിങ്ങൾ ചരിത്രത്തിന് ഫിലോസഫിയിലും കൾച്ചറിലും അല്ലെങ്കിൽ പൊളിറ്റിക്സിലും സോഷ്യോളജിയിലും സയൻസിലും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു ബ്രോഡ് സെൻസ് ഓഫ് ഹിസ്റ്ററി ഈസ് കോൾഡ് ദ ഹിസ്റ്റോറിസം. ദാറ്റ് ഈസ് അതിനെയാണ് ഹിസ്റ്റോറിസം എന്നതുകൊണ്ട് അറിയപ്പെടുന്നത്. ഇനി ക്ലിയോമാട്രിക്സ് ഈസ് ദ ഫീൽഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ദാറ്റ് യൂട്ടിലൈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ലൈക്ക് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു അനലൈസ് എക്കണോമിക് ഈവന്റ് ആൻഡ് ട്രെൻഡ് പർട്ടിക്കുലർലി ഇൻ ദ ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ്. ദാറ്റ് ഈസ് ദ ക്ലിയോമെട്രിക്. നമ്മൾ പ്രാധാന്യമായിട്ട് ഉപയോഗിക്കുന്ന ഹിസ്റ്റോറിക്കൽ റിസർച്ചിലൊക്കെ നമ്മൾ ക്ലിയോമാട്രിക്സ് എന്നറിയപ്പെടുന്ന ആ ഒരു ബ്രാഞ്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹാഗിയോഗ്രാഫി മീൻസ് എന്താണ്? ഹാഗിയോഗ്രാഫി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാക്രഡ് ബയോഗ്രഫി ആണോ, പാട്രിയോട്ടിക് ലിറ്ററേച്ചർ ആണോ, ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി ആണോ, ഹീറോയിക് പോയിട്രി ആണോ? വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഹാഗിയോഗ്രാഫി മീൻസ് സാക്രഡ് ബയോഗ്രഫി. സാക്രഡ് ബയോഗ്രഫിയെ വിളിക്കുന്ന പേരാണ് ഹാഗിയോഗ്രാഫി. സിഗിലോഗ്രാഫി ന്യൂമിസ്മാറ്റിക് എന്താണ് കുട്ടികളെ? ദ സ്റ്റഡി ഓഫ് സീൽസ് ആണ് ന്യൂമിസ്മാറ്റിക്സ്. അതായത് സിഗിലോഗ്രാഫി ചോദിക്കാം, ന്യൂമിസ്മാറ്റിക്സ് ചോദിക്കാം, ഹെർമിനൂട്ടിക്സ് ചോദിക്കാം, ഹിസ്റ്റോറിസം ചോദിക്കാം. ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്ടിവിറ്റി, ഒബ്ജക്ടിവിറ്റി, എക്സ്റ്റേണൽ, ഇന്റേണൽ ക്രിറ്റിസിസം. ഞാൻ ഈ പറയുന്നത് തന്നെ ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും മാർക്കുകൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. Then the experience where the scholar criticized the document for the sake of criticism and not for establish the truth. ട്രൂത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല അവരുടെ ക്രിറ്റിസിസം ചെയ്യുന്നത്. An experience where the scholar criticized the document for the sake of criticism. The sake of criticismത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ ഡയലക്റ്റന്റിസം ആണോ? ഓപ്ഷൻ ബി ഹൈപ്പർ ക്രിറ്റിസിസം, ഓപ്ഷൻ സി എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഓപ്ഷൻ ബി ഇന്റേണൽ ക്രിറ്റിസിസം. ഹിയർ ദ കറക്റ്റ് ആൻസർ ഹൈപ്പർ ക്രിറ്റിസിസം ആണ് കറക്റ്റ് ആൻസർ അല്ലെ. An experience where the scholar criticized the document for the sake of criticism and not for establishing truth, that is the hyper criticism. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ കടന്നു പോകാം. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ എക്സ്പെക്ടഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ ഈസ് നോൺ ആസ്. രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കി. ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ വേരിയബിൾസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിയാലോ. അപ്പൊ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഓപ്ഷൻ എ കോൺസെപ്റ്റ് ഡെഫിനിഷൻ, ഓപ്ഷൻ ബി ഹൈപ്പോതീസിസ്, ഓപ്ഷൻ സി ഒബ്ജക്ടിവിറ്റി, ഓപ്ഷൻ ഡി റിസർച്ച് ക്വസ്റ്റ്യൻ. ഹിയർ ദ കറക്റ്റ് ആൻസർ ഹൈപ്പോതീസിസ് എന്ന് പറയുന്ന ഒരു ടെന്റേറ്റീവ് ആണ്, നിങ്ങൾക്ക് അറിയാം. വേരിയബിൾ there is a relationship between variables. വേരിയബിൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹൈപ്പോതീസിസിലൂടെയാണ് അല്ലെ. ഓക്കെ, then നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആഫ്റ്റർ ഐഡന്റിഫൈ ദ ഇമ്പോർട്ടന്റ് വേരിയബിൾസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ലോജിക്കൽ റീസണിംഗ് ഇൻ ദ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ റിസർച്ച് പ്രോസസ്സിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? അതായത് ആദ്യം നമ്മൾ വേരിയബിൾസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ലോജിക്കൽ റീസണിംഗും കണ്ടെത്തുന്നു, ലോജിക്കൽ റീസണിംഗിൽ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലെ ലോജിക്കൽ റീസണിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ടു കണ്ടക്ട് ദ സർവേ കണ്ടക്ട് ചെയ്യുക, ഓപ്ഷൻ ബി ടു ജനറേറ്റ് ഹൈപ്പോതീസിസ്, ടു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ടു use the experiments in an investigation. The correct answer to generate the hypothesis. പിന്നെ നമ്മൾ ഹൈപ്പോതീസിനെ ജനറേറ്റ് ചെയ്ത് എടുക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഇതൊക്കെ ഒന്ന് നല്ല ക്വസ്റ്റ്യൻസുകളാണ്, ഒന്ന് നോക്കിയൊക്കെ ഒന്ന് പഠിക്കുക. അടുത്തത് തിയറി ഓഫ് നോളജ് എംഫസൈസ് ദ റോൾ ഓഫ് എക്സ്പീരിയൻസ് ബേസ്ഡ് ഓൺ ദ പെർപെച്വൽ ഒബ്സർവേഷൻ ദ സെൻസ് ഓർഗൻസ്. ദ തിയറി ഓഫ് നോളജ്, ഏത് തിയറി ഓഫ് നോളജ് ആണ് എംഫസൈസ് ചെയ്യുന്നത്? റോൾ ഓഫ് എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവവാദ പ്രസ്ഥാനം. എക്സ്പീരിയൻസ് ബേസ്ഡ് ഓൺ ദ പെർപെച്വൽ ഒബ്സർവേഷനിലൂടെയുള്ള നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്ന റാഷണലിസം യുക്തിവാദമാണോ, കൺസ്ട്രക്റ്റിവിസം ആണോ, എംപിരിസിസം ആണോ, പിന്നെന്താണ് ഫിൻഡിസം ആണോ? ഏതാ കുട്ടികളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. എംപിരിസിസം ഇസ് ദ അനുഭവവാദ പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈറ്റിംഗ് ദ ന്യൂ റെഫറൻസ് ഫ്രം ദ സെയിം ടെക്സ്റ്റ് ആസ് ദ പ്രിസൈഡിംഗ് റെഫറൻസ് ഈസ് കോൾഡ്. സൈറ്റിംഗ് ദ ന്യൂ റെഫറൻസ് ഫ്രം ദ സെയിം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പിന്നെ ന്യൂ റെഫറൻസ് സൈറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം ടെക്സ്റ്റ് ആസ് ദ പ്രിസൈഡിംഗ് റെഫറൻസ് ഇൻ ദ പ്രിസൈഡിംഗ് ആണെങ്കിൽ എൻഡ് നോട്ട് ആണോ, ഫുട് നോട്ട് ആണോ, ഇബിഡ് ആണോ, ഓപ്സിറ്റ് ആണോ? Citing the new reference from the same text as the preceding reference is option C. Ibid is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതും കൂടി നമുക്ക് നോക്കാം, കുറച്ച് എക്സ്പ്ലനേഷൻസ് നോക്കി പോകാം. അപ്പൊ നമ്മൾ ഫുട് നോട്ടിനോടൊപ്പം തന്നെ എൻഡ് നോട്ടും ഇബിഡും ഓപ്സിറ്റ് ലോക്സിറ്റ് എന്നിവ കൂടി നമുക്ക് നോക്കാം. ഈ ഇതിൽ എൻഡ് നോട്ട് എന്ന് പറയുമ്പോൾ ആർ ദ ടൈപ്പ് ഓഫ് സൈറ്റേഷൻ തന്നെയാണ്, ഇവിടെയും സൈറ്റേഷൻ ചെയ്ത് കാണിക്കുകയാണ്. പ്ലേസ്ഡ് അടുത്ത എൻഡ് ഓഫ് ദ ഡോക്യുമെന്റ് ആണ്. നോട്ട് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ സെയിം സോഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാനാണോ യൂസ് ചെയ്യുന്നത്? അല്ല. ഇനി ഫുട് നോട്ട് ആർ ദ സൈറ്റേഷൻ പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. ബോട്ടം ഓഫ് ദ പേജിലല്ലേ നമ്മൾ ഫുട് നോട്ട് സൈറ്റേഷൻ ചെയ്യുന്നത്. നോട്ട് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ സെയിം സോഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുകയല്ല,
വർക്ക് സൈറ്റഡ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ഈസ് യൂസ്ഡ് വെൻ ദ റിഫറിംഗ് വർക്ക് ദാറ്റ് ഹാസ് ബീൻ ഓൾറെഡി ബീൻ സൈറ്റഡ് ഇൻ ദ പേപ്പർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ സോഴ്സ് ആണോ എൻഡ് നോട്ട് എന്ന് പറയുന്നത്? അല്ല. ഫുഡ് നോട്ട് എന്ന് പറയുന്നത് അല്ല. ഇമ്മീഡിയറ്റിംഗ് പ്രൊസീഡ് ആണെങ്കിൽ അത് എന്ത് വരും? അത് ഇവിടാണ് കേട്ടോ. ഇമ്മീഡിയറ്റിംഗ് പ്രൊസീഡ് വരുന്നത് ഇവിടാണ്. അപ്പൊ ഫുഡ് നോട്ട് ആർ സൈറ്റേഷൻ പ്ലേഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ് നോട്ട് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ സെയിം സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ദ വർക്ക് സൈറ്റഡ് ആണ് ഫുഡ് നോട്ട് ആൻഡ് ഈസ് യൂസ്ഡ് വെൻ ദ റെഫറിംഗ് വർക്ക് ദാറ്റ് ഹാസ് ബീൻ ഓൾറെഡി സൈറ്റഡ് ഇൻ ദ പേപ്പർ ബട്ട് നോട്ട് യൂസ്ഡ് ദ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിംഗ് സോഴ്സ് അല്ല ഫുഡ് നോട്ട്. അപ്പൊ എൻഡ് നോട്ട് ഫുഡ് നോട്ട് ഇവിടെ മനസ്സിലായല്ലോ. ഇനി ഇനിഷ്യ എന്താണ്? Initia is not a standard term used in the footnote. It must be the type of അല്ലെ. It must be initiate not a standard used in the footnote ന്റെ പാർട്ട് ആയിട്ടല്ല initiate നമ്മൾ യൂസ് ചെയ്യുന്നത്. It must be type or ibid meaning the same place. ഇനി ഇത് ടൈപ്പ് ചെയ്തിരിക്കുന്ന ibid meaning the same place എന്നുള്ളതാണ് ഇവിടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഓപ്സിറ്റ് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്സിറ്റ് മീനിങ് the work cited ആണ്. ശ്രദ്ധിക്കുക, ഓപ്സിറ്റ് എന്ന് പറയുമ്പോൾ വർക്ക് സൈറ്റഡ്. ലോക്സിറ്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇത് പ്ലേസ് സൈറ്റഡ് ആണ്. ഓപ്സിറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ലോക്സിറ്റ് എന്ന് പറയുമ്പോൾ പ്ലേസ് സൈറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒബ്സിറ്റ് എന്ന് പറയുമ്പോൾ വർക്ക് സൈറ്റഡ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് സെയിം പ്ലേസ് ആണ്. ചിലപ്പോൾ ഇവിടെ സെയിം പ്ലേസ് എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ലോക്സിറ്റും ഒബ്സിറ്റ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ദിസ് ഈസ് എൻ അബ്രിവേഷൻ ഫോർ ദ ലാറ്റിൻ ഫ്രേസ് ലോക്കോ സൈറ്റാറ്റോ മീനിങ് ദ പ്ലേസ് സൈറ്റഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് റിഫേർസ് ടു ദ പ്രീവിയസ്ലി സൈറ്റഡ് സോഴ്സ് വെൻ ദ സെൻഡർ entire citation is not repeated. Entire citation not repeated. Okay, that is loxit. ഇനി നമുക്ക് നോക്കാം. The word loxit mean. Loxit എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? From the former ആണോ? In the same as the above ആണോ? The work cited ആണോ? Then the place cited ആണോ? So the correct answer the place cited ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which among the following is not related to the purpose of footnote? ന്റെ പർപ്പസ് അല്ലാത്തത് എന്ത്? Acknowledge authority ആണോ? Additional information, ensure subjectivity, supporting stress on the new point. ഫുഡ് നോട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് അല്ലാത്ത ചോദിക്കുമ്പോൾ എൻഷുർ സബ്ജക്ടിവിറ്റി ഉറപ്പാക്കുകയാണോ? ഫുഡ് നോട്ടിന്റെ ഒരു ഈസ് നോട്ട് എ റിലേറ്റഡ് അല്ലെ. ഫുഡ് നോട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻഷുർ സബ്ജക്റ്റീവ് ആത്മനിഷ്ഠത ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫുഡ് നോട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇൻഡെക്സും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഇൻഡെക്സ് ഈസ് ആൻ ആൽഫബറ്റിക് ലിസ്റ്റ് ഓഫ് വേർഡ്സ്, ഫ്രേസ് ആൻഡ് ടോപ്പിക്സ് ഫൗണ്ട് ഇൻ ദ ബുക്ക് അലോങ് വിത്ത് പേജ് നമ്പർ കൂടാതെ വേർ ദേ ക്യാൻ ബി ഫൗണ്ട്. ഇറ്റ് ഹെൽപ്പ് യൂസേഴ്സ് ലൊക്കേറ്റ് യൂസേഴ്സിന് സ്പെസിഫിക് ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ് ഹെൽപ്പ് ദ യൂസേഴ്സ് ലൊക്കേറ്റ് സ്പെസിഫിക് ഇൻഫർമേഷൻ വിത്തിൻ ദ ബുക്ക് ക്വിക്കിലി. ബുക്കിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്പെസിഫിക് ഇൻഫർമേഷനെ നമുക്ക് മനസ്സിലാക്കാൻ ഇൻഡെക്സിലൂടെ നമുക്ക് കഴിയുന്നു. Okay, then end note എന്താ? End note are type of footnote that appear at the end of the chapter ആണ് or book providing supplementary information of the source. ആ സോഴ്സിനെ കുറിച്ചിട്ടുള്ള സപ്ലിമെന്ററി ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് എൻഡ് നോട്ട് ആണ്. ഇതൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേഖലയാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹിസ്റ്റോറിയോഗ്രാഫിയുമായിട്ട് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി, പുരാണ, ഇതിഹാസ, അതുപോലെ തന്നെ പിന്നെ ബുദ്ധിസ്റ്റ്, ജെയിൻ സോഴ്സസുകൾ ഇവിടെയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇതിഹാസ പുരാണ ഹാസ് ബീൻ മെൻഷൻഡ് ആസ് ദ ഫിഫ്ത്ത് വേദ. ഇതിഹാസയിലും പുരാണയിലും മെൻഷൻ ചെയ്യുന്ന ഫിഫ്ത്ത് വേദ ഏതാണ്? ഓപ്ഷൻ എ ഐതരേയ ഉപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്ത്, ചാന്തോകേയ ഉപനിഷത്ത്, ശ്വേതസത്വര ഉപനിഷത്ത്. വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഇതിഹാസ പുരാണ ഹാസ് ബീൻ മെൻഷൻഡ് ആസ് ദ ഫിഫ്ത്ത് വേദ ഈസ് ചാന്തോകേയ ഉപനിഷത്ത്. ഇതിഹാസ പുരാണ ഹാസ് ബീൻ മെൻഷൻഡ് ആസ് ദ ഫിഫ്ത്ത് വേദ ഈസ് ചാന്തോകേയ ഉപനിഷത്ത്. മനസ്സിലായിട്ടുള്ള ഉപനിഷത്തുകളും വേദങ്ങളും വേദാംഗങ്ങളും ക്ലിയർ ആയിട്ട് പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ഇനി സിക്സ്ത് വേദാംഗങ്ങളൊന്ന് നമുക്ക് നോക്കാം. ശിക്ഷ, കൽപ്പ, വൈയാകരണ, നിരുക്ത, ചന്ത, ജ്യോതിഷ. ശിക്ഷ എന്ന് പറയുന്നത് ഫോണറ്റിക്സ് ആണ്, ഫോക്കസിങ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദ വേദിക് ടെക്സ്റ്റ്. കൽപ്പ എന്ന് പറയുന്നത് റിച്വൽസ് ആണ്, ഡീൽ വിത്ത് റിച്വൽസ് ആൻഡ് സെറമണീസ് ഓഫ് ദ പ്രൊസീജിയർ. വൈയാകരണ ഗ്രാമർ ആണ്, സ്റ്റഡി സാൻസ്ക്രിറ്റ് ഗ്രാമർ പർട്ടിക്കുലർലി ആസ് ഇറ്റ്സ് അപ്ലൈസ് ടു ദി വേദാസ്. നിരുക്ത ചോദിക്കാറുണ്ട്, എറ്റിമോളജി ആണ്, എക്സ്പ്ലെയിൻ ദ എറ്റിമോളജി ആൻഡ് മീനിങ് ഓഫ് ദ വേദിക് വേർഡ്സിന്റെ എറ്റിമോളജി. ചന്ത മീൻസ് മീറ്റർ ആണ്, അനലൈസ് ദ മെട്രിക്കൽ സ്ട്രക്ചർ ഓഫ് ദ വേദിക് ഹൈംസിന്റെ മെട്രിക്കൽ സ്ട്രക്ചറിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജ്യോതിഷ ആസ്ട്രോണമി ആണ്, കൺസേൺ ഇറ്റ്സെൽഫ് വിത്ത് ദ ആസ്ട്രോണമി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഓഫ് ദ വേദിക് റിച്വൽസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ചെയ്യുന്ന ആസ്ട്രോണമീസ് ആണ്, അതാണ് ജ്യോതിഷ. മറക്കല്ല, അത് തന്നെയാണ് സിക്സ്ത് വേദാംഗങ്ങൾ. നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അടുത്തത് കമന്ററി നിരുക്ത ഈസ് കമ്പീൽഡ് ബൈ. നിരുക്ത കമ്പീൽഡ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കമന്ററി നിരുക്ത ഈസ് കമ്പീൽഡ് ബൈ സയന, യാസ്ക, പിന്നെ വിഷ്ണുമിത്ര. ഓപ്ഷൻ ഡി വസിഷ്ഠ. ഒന്നുകൂടി, ദ കമന്ററി ഓഫ് നിരുക്ത. നിരുക്ത ഇപ്പൊ ഞങ്ങൾ നോക്കി വേദാംഗത്തിൽ പെടുന്നതാണ് നിരുക്ത. അപ്പൊ നിരുക്തയെ കമന്ററി നിരുക്തയെ കമ്പീൽഡ് ചെയ്തിരിക്കുന്ന ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ, ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് കുട്ടികളെ? യാസ്കയാണ് കേട്ടോ.
യാസ്ക is the correct answer. മറക്കല്ലേ, the commentary Nirukta is compiled by യാസ്ക. അപ്പൊ നമുക്ക് നോക്കാം. Nirukta is a Vedic text focusing etymology and according to historical record. It was written by scholar യാസ്ക. സായാഹ്ന, ഇനിയിപ്പോ സായാഹ്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ സായാഹ്ന is the prominent commentator in the Vedic text. വിഷ്ണു ശർമ്മ ഈസ് ദ റിവേർഡ് ഒരു മറ്റൊരു വേദിക് സേജ് ആണ് വിഷ്ണു ശർമ്മയും. അതുപോലെ തന്നെ വസിഷ്ഠയും മറ്റൊരു വേദിക് സേജാണ്. അവരെല്ലാം തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വേദിക് സേജുമാരാണ്, സന്യാസി വര്യന്മാരാണ് വിഷ്ണുമിത്രയും വസിഷ്ഠയും. മറക്കല്ലേ. അപ്പൊ നിരുക്ത റിട്ടേൺ ചെയ്തത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഫേമസ് സ്കോളർ യാസ്ക. മറക്കാതെ പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബുദ്ധ ആൻഡ് ജെയിൻ ടെസ്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഈസ് കണക്ട് വിത്ത് ജെയിൻ ലിറ്ററേച്ചർ? ജെയിൻ ലിറ്ററേച്ചറുമായിട്ട് അല്ലെങ്കിൽ ജൈന ലിറ്ററേച്ചറുമായിട്ട് കണക്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഈസ് കണക്റ്റഡ് വിത്ത് ജെയിൻ ലിറ്ററേച്ചറുമായിട്ട്, അതായത് ജൈന സാഹിത്യ ഗ്രന്ഥമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള താഴെ തന്നിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ത്രിപീഠിക, മിലിന്ദ പൻഹോ, മഹാഭാഷ്യം, ഹരിവംശ പുരാണം. വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഈസ് കണക്റ്റഡ് വിത്ത് ജെയിൻ ലിറ്ററേച്ചർ ആണ്. ഏതാ? ഹരിവംശ പുരാണ ഇസ് ദ കറക്റ്റ് ആൻസർ. മറക്കില്ലല്ലോ. ത്രിപീഠിക നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദിസ് ദ കാനോണിക്കൽ ടെസ്റ്റ് ഓഫ് ബുദ്ധിസം കൺസിസ്റ്റിംഗ് ഓഫ് വിനയപീഠിക, സൂതപീഠിക, അഭിനവ പീഠിക. മിലിന്ദ പൻഹ എന്ന് പറയുമ്പോൾ ഡയലോഗ് ബിറ്റ്വീൻ ബുദ്ധിസ്റ്റ് മോങ്ക് നാമഡ് നാഗസേന ആൻഡ് കിങ് മിലിന്ദയും തമ്മിലുള്ള ഡയലോഗ്സ് ആണ്. ദ ബുദ്ധിസ്റ്റ് ടെസ്റ്റ് ഡിസ്കസിംഗ് ഫിലോസഫിക്കൽ ആൻഡ് റിലീജിയസ് ക്വസ്റ്റ്യൻ. മഹാഭാഷ്യം ആരാ? This is a Sanskrit commentary of the Ashtadhyayi, a grammatical treatise by Panini. It is a significant work in the field of Sanskrit linguistics. Okay ആണ്. ഇതൊക്കെയാണ് ത്രിപീഠിക, മിലിന്ദഭംഗ, മഹാഭാഷ്യം. നെക്സ്റ്റ് ഇങ്ങനെയാണ് പഠിച്ചു വെച്ച് പോകേണ്ടത് നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജെയിൻ ടെസ്റ്റ് അല്ലാത്തതേത്? ജെയിൻ ടെസ്റ്റ് അല്ലാത്തതേത്? ഓപ്ഷൻ എ നിഷിത സൂത്ര, തത്വവർദ്ധിനി ഗമസൂത്ര, അവിധമ്മ ചിന്താമണി, യമക. മറന്നു പോവല്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജെയിൻ ടെസ്റ്റ്, അതായത് ജൈന മത ഗ്രന്ഥമല്ലാത്തത് ഏതാണ്? ഓക്കെ, നിഷിത സൂത്ര, തത്വവർദ്ധിനി ഗമസൂത്ര, അഭിധമ്മ ചിന്താമണി, യമക. അതൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ചില കാര്യങ്ങളാണ്. യമക ഇസ് ദ കറക്റ്റ് ആൻസർ. മറന്നുപോലെ കേട്ടോ. യമകയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അത് എന്തല്ല, ഏത് ടെസ്റ്റ് അല്ല? അപ്പൊ യമക ഒരു ബുദ്ധിസ്റ്റ് ടെസ്റ്റ് ആണ്, അതൊരു ജെയിൻ ടെസ്റ്റ് അല്ല. ഈസ് നോട്ട് എ ജെയിൻ ടെസ്റ്റ്. മറക്കില്ലല്ലോ. ഇറ്റ് റിഫേഴ്സ് ടു ദ കളക്ഷൻ ഓഫ് പെയർഡ് വേഴ്സസ് ഡിസ്കസിംഗ് കൺട്രാസ്റ്റിംഗ് തീംസ് ഓർ ദ ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റ്. ദ ടേം യമക ലിറ്റററി മീൻസ് ട്വിൻ ഓർ കപ്പിൾ ഇൻ സാൻസ്ക്രിറ്റ് റിഫ്ലക്ടിംഗ് ദ പെയർഡ് നാച്ചർ ഓഫ് ദ വേഴ്സസ്. ഓക്കെ ആണ്. അപ്പൊ ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. യമകയാണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് റിലേറ്റഡ് ടു ദ ജെയിൻ ട്രഡീഷൻ? ജെയിൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഗ്രന്ഥം ഏത്? നമ്മൾ ജെയിൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻസുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ. രാംകിൻ, ദശരഥ ജാതക, പൗമചര്യ, ഇരമവർദ്ധന. വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ജെയിൻ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെടുത്തിയത് പൗമചര്യം is the correct answer. അപ്പൊ പൗമചര്യം is the Jain version of the Ramayana epic written in പ്രാകൃതിലാണ് രചിച്ചത്. It tells the story of Rama from the Jain perspectives-ലൂടെ പറയാണ്, emphasizing moral and spiritual lessons of Ramkin. This is the Thai version. രാമായണത്തിന്റെ Thai version will share the same basic narrative. It is not considered the Jain text അല്ല. Dasharatha Jataka is the Buddhist text, especially Jataka tale, which tells the story about the Buddha past lives. Iramavardhana, this is the Tamil version of the Ramayana. Tamil version. It is also not related to the Jain tradition. Part. Okay. Then the famous Gayatri mantra is found in the Veda, Rig Veda, Samaveda, Atharva Veda, Yajur Veda. The famous Gayatri mantra is found in the Veda. Correct answer, Rig Veda. Rig Veda Gayatri mantra thodu kooditana start cheyyunnathu. അടുത്തത്, which travel gave the following statement about the female education in South India? I saw the Hannur 13 school for the instruction of the girls and 23 for boys. I think I have not seen anywhere else. അതായത് സൗത്ത് ഇന്ത്യയിലെ ഫീമെയിൽ എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു ചരിത്രകാരൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഐ സാ ദ ഹാനൂറിൽ ഞാൻ 13 സ്കൂൾസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഗേൾസിന് ഏകദേശം 13 സ്കൂളുകളും 23 സ്കൂളുകൾ ബോയ്സിലും കണ്ടു. ദക്ഷിണേന്ത്യയിൽ ഞാൻ ലോകത്ത് മറ്റെവിടെയും ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കണ്ടിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഇബിൻ ബത്തൂത്ത, ബർത്തമ, ബർബോസ്, അബ്ദുൾ റസാഖ്. Which is the correct answer? Ibn Battuta is the correct answer. അടുത്തത്, the first reference of താരിഖി ചിഗൽഗാനി. താരിഖി ചിഗൽഗാനിയെ കുറിച്ച് ആദ്യമായിട്ട് തുർക്കായി ചഗൽഗാനിയെ കുറിച്ച് ആദ്യമായിട്ട് റെഫറൻസ് ചെയ്തിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? താരിഖി ചിഗൽഗാനി. തുർക്കാനി ചിഗൽഗാനിയെ കുറിച്ച് ആദ്യമായിട്ട് റെഫറൻസ് ചെയ്തിരിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരം പറയാൻ. തുർക്കാൻ ഇ ജഗൽഗാനി. ഓക്കെ. തബക്കത്തി നസീരി, ഫതഹ് അസ് സൽദാൻ. ഓപ്ഷൻ ബി ഫതഹ് അസ് സൽദാൻ. ഓപ്ഷൻ സി കിതാബുൽ റഹില. ഓപ്ഷൻ ഡി ഖസൈൻ ഉൽ ഫുതഹ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്?
തുർക്കായി ചഗൽഖാനിയെ കുറിച്ച് ആദ്യമായിട്ട് റെഫറൻസ് ചെയ്തിരിക്കുന്ന പുസ്തകം ഏതാണ്? ഫുതഹ് അസ് സലാദീൻ ആണ്. ഫുതഹ് അസ് സലാദീൻ ഇസ് ദ കറക്റ്റ് ആൻസർ. തെറ്റിപ്പോലും മിക്കവാറും കുട്ടികൾ എല്ലാവരും തബക്കാത്തി നസീറിയാണ്. കാര്യം ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ രചിച്ച മറ്റൊരു ഗ്രന്ഥമാണ് തബക്കാത്തി നസീരി. കിതാബുൽ റഹില എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിന്റെ പാർട്ടല്ല. ഖസൈനുൽ ഫുതഹും പിന്നെ തുർക്കായി ചഗൽഖാനിയെ കുറിച്ച് റെഫറൻസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഫതഹി സലാദീനെ കുറിച്ച് നോക്കാം. താരിഖി ചിഗൽഖാനി അല്ലെങ്കിൽ തുർക്കായി ചിഗൽഖാനി, താരിഖി ചിഗൽഖാനി ഈസ് ഓൾസോ നോൺ ആസ് ദ ഗ്രൂപ്പ് ഓഫ് 40 അല്ലെ. ഗ്രൂപ്പ് ഓഫ് 40 എന്നാണ് ഈ താരിഖി ചിഗൽഖാനി അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് 40 ആദ്യമായിട്ട് ഒറിജിനേഷൻ ചെയ്ത് ആരുടെ കാലഘട്ടം? ഈസ് ഫൗണ്ട് ഇൻ ദ ഹിസ്റ്റോറിക്കൽ സെക്ടർ ഫുതഹി സലാദീൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദി ഇൽത്തുമിഷ്, ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ് ദ ഗ്രൂപ്പ് ഓഫ് 40 എമർജ് ചെയ്തിട്ടുള്ളത്. അതാണ് തർക്കാനി ചഗൽഖാനി, തർക്കായി ചഗൽഖാനി ഗ്രൂപ്പ് ഫോം ചെയ്ത് 40 ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത് ഇൽത്തുമിഷിന്റെ കാലത്താണ്. ഈ പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് 40യെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 40യെ കുറിച്ച് ആദ്യമായിട്ട് റെഫറൻസ് ചെയ്തിരിക്കുന്നത് ഇസാമിയാണ്. അബ്ദുൽ മാലിക് ഇസാമി അദ്ദേഹത്തിന്റെ ഫുത്ഹ-ഇ സലാദീൻ എന്ന ഗ്രന്ഥത്തിലൂടെയാണ് തർക്കായി ചഗൽഖാനിയെ കുറിച്ച് ആദ്യമായിട്ട് റെഫറൻസ് ചെയ്തിരിക്കുന്നു. മറന്നുപോലെ. അപ്പൊ തബക്കത്തി നസീറി രചിച്ചത് മിൻഹജുൽ സിറാജ്, അതും ചോദിക്കും. പ്രൊവൈഡ് ദ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദ ഏർലി തുർക്കിഷ് സുൽത്താൻ. ഞാൻ പറഞ്ഞില്ലേ, ഏർലി തുർക്കിഷ് പിന്നെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് ആദ്യമായി നിരവധി സോഴ്സസുകൾ നമുക്ക് ലഭ്യമാക്കി തരുന്ന മറ്റൊരു ഗ്രന്ഥമാണ് മിൻഹജുൽ സിറാജ് രചിച്ച തബക്കത്തി നസീറി എന്ന ഗ്രന്ഥം. പക്ഷെ ഈ ഗ്രന്ഥത്തിൽ ആദ്യം എന്താണ്, താരക്കി ചഗൽഖാനിയെ കുറിച്ച് ആദ്യമായി റെഫർ ചെയ്തിട്ടില്ല. മറന്നു പോകരുത്. മിക്കവാറും പേര് അങ്ങനെ എഴുതി വെക്കും. ഇനി കസൗൻ ഉൽ ഫതഹ് ഈസ് ഓൾസോ നോൺ ആസ് താരിഖി അലായി. ഈ കസൗൻ ഉൽ ഫതഹിനെ താരിഖി അലായി എന്ന് കൂടി അറിയപ്പെടുന്നു. ഹിസ്റ്റോറിക്കൽ വർക്ക് റിട്ടൺ ബൈ ദ പേർഷ്യൻ പോയിറ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ അമീർ ഖുസ്രുവിന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിന്റെ പേരാണ് താരിഖി അലായി, ഖസൈൻ ഉൽ ഫതഹ്. ഇറ്റ് വാസ് ഫോക്കസ് ഇൻ റീജിയൻ ഓഫ് സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സസ് വി ഗെറ്റ് ഫ്രം ദ അമീർ ഖുസ്രു വർക്ക് താരിഖി അലായി ഓർ ഖസ ഉൽ ഫതഹ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. മെഡീവൽ ഹിസ്റ്റോറിയൽ ചരിത്രം വളരെ പ്രാധാന്യമാണ്. ഹു പ്രൊക്ലൈംഡ് ദ മേഷൻ ആൻഡ് സ്റ്റോൺ കട്ടേഴ്സ് ഓഫ് ദ ഡൽഹി വെയർ സുപ്പീരിയർ ടു ദ ഫോളോ ക്രാഫ്റ്റ്മാൻ ഇൻ ദ ഓൾ മുസ്ലിം വേൾഡ്. അതായത് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ മേഷന്മാരെ കുറിച്ചും സ്റ്റോൺ കട്ടേഴ്സിനെ കുറിച്ചുമാണ് ഇങ്ങനെ ഒരു വിവരണം നൽകിയിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു വർക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദേ വെയർ സുപ്പീരിയർ ടു ദ ഫോളോ ക്രാഫ്റ്റ്മാൻ ഇൻ ദ ഓൾ മുസ്ലിം. മറ്റെല്ലാ മുസ്ലിം വേൾഡിലുള്ള ക്രാഫ്റ്റ്മാനെ മേഷന്മാരെ കുറിച്ച് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഡൽഹിയിൽ ഞാൻ കണ്ട ഈ മേഷൻസുകളും സ്റ്റോൺ കട്ടേഴ്സുകളും എന്ന് പറയുന്നത് വളരെ സുപ്പീരിയർ ആയിരുന്നു. അവരുടെ ആ വർക്കുകളിൽ നിന്ന് ലഭിച്ച വർക്കുകളിൽ നിന്ന് ലഭിച്ച ഇംപ്രഷൻ മൂലമാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആരാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്? അമീർ ഖുസ്രു. ഓപ്ഷൻ ബി മിൻഹജുൽ സിറാജ് ആണോ? ഓപ്ഷൻ സി ഇബിൻ ബത്തൂത്തയാണോ? ഓപ്ഷൻ ഡി ഇസാമി ആണോ? വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? അമീർ ഖുസ്രു ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണ്, അമീർ ഖുസ്രു ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് വാസ് നോട്ട് റിട്ടൺ ഡ്യൂറിംഗ് ദ റൈൻ ഓഫ് ദ അക്ബർ? അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ രചിച്ചിട്ടില്ലാത്ത പുസ്തകം ഏത്? താരിഖി ഫരിസ്ത, ഹുമയൂൺ നാമ, ഓപ്ഷൻ ബി താരിഖി ഷെർഷായി, ഓപ്ഷൻ സി പിന്നെ തബക്കത്തി അക്ബാരി, ഓപ്ഷൻ ഡി. അപ്പൊ ഏതാണ് കുട്ടികളെ കറക്റ്റ്? അതായത് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ രചിച്ചിട്ടില്ലാത്ത രചന ഏത്? താരിഖി ഫരിസ്ത, ഹുമയൂൺ നാമ, താരിഖി ഷെർഷായി, തബക്കത്തി അക്ബാരി. ഹുമയൂൺ നാമ ഇസ് ദ കറക്റ്റ് ആൻസർ. ഹുമയൂൺ നാമ രചിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഗുൽബദർ ബീഗമാണ് രചിച്ചത് അല്ലെ. ഹുമയൂണിന്റെ സിസ്റ്റർ ആയിരുന്ന ഗുൽബദർ ബീഗമാണ് രചിച്ചത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദി അക്ബർ. താരിഖി ഷെർഷായെ കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. ഈ ഹിസ്റ്റോറിക്കൽ വർക്ക് റിട്ടൺ ഇൻ 1580 സി അബ്ബാസ് ഖാൻ സർവാണിയാണ് രചിച്ചത്. ഡ്യൂറിംഗ് ദ ടൈം പീരീഡ് ഓഫ് ദി അക്ബർ ക്രോണിക്കിൾ അണ്ടർ ദ മുഗൾ പീരീഡ് അക്ബർ ആണ്. തബക്കത്തി അക്ബാരി ദ ഹിസ്റ്റോറിക്കൽ വർക്ക് റിട്ടൺ ബൈ നിസാമുദ്ദീൻ അഹമ്മദ്, പിന്നെ കോർട്ടിയർ ഓഫ് ദി അക്ബർ. ഇറ്റ് കവർ ദ പീരീഡ് ഓഫ് മുസ്ലിം റൂൾ ഇൻ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ദ അക്ബർ റീജൻ. അതായത് മുസ്ലിം റീജൻ ഓഫ് ഇന്ത്യയും കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ അസ്വലാസ് അക്ബറിന്റെ റീജൻ ഒക്കെ തന്നെ കവർ ചെയ്യുന്ന മറ്റൊരു വളരെ പ്രശസ്തമായ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തന്നെ രചിച്ച ഒരു ഗ്രന്ഥമാണ് തബക്കത്തി അക്ബാരി റിട്ടൺ ബൈ നിസാമുദ്ദീൻ അഹമ്മദ്. മറക്കല്ലേ. അടുത്തത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉത്തരങ്ങൾ അല്ലെ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് കടക്കാം. ഇനി പിന്നെ വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഗസറ്റർ? ഗസറ്റേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണ് ഗസറ്റർ? ടു പ്രൊവൈഡ് ദ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ് ആണ്? ടു ഓഫർ ദ കോംപ്രഹെൻസീവ് ലിസ്റ്റ് ഓഫ് ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ ആണോ? ടു ഔട്ട്ലൈൻ ദ പ്രൊസീജിയർ ഫോർ കണ്ടക്ടിങ് സർവേ ആണോ? ടു ഡോക്യുമെന്റ് ദ ലേറ്റസ്റ്റ് സയന്റിഫിക് ഡിസ്കവറീസ് ആണോ? എന്തിനാണ് ഗസറ്റേഴ്സിൽ നമ്മൾ പറയുന്നത്? ടു ഓഫർ the comprehensive list of geographical location and related information is the correct answer. That is the gazetteer. Okay.
അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോറിയൻസ് ഈസ് അസോസിയേറ്റ് വിത്ത് ദ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രയുമാണ് കുട്ടികളെ. കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി, മാർസിസ്റ്റ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറി, അങ്ങനെ ഒരുപാട് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് ഉണ്ട്, സബാൾട്ടിൻസ് ഉണ്ട്, അനൽസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയന്റെ പാർട്ട് ആയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനിൽ സീലാണോ, ഓപ്ഷൻ ബി കാരൽ മാക്സ് ആണോ, രണജിത് ഗുഹ ആണ്, എറിക് ഗോബ്സ്വൻ ആണോ? ആരാ കുട്ടികളെ കറക്റ്റ് ആൻസർ? അനിൽ സീൽ ഈസ് ദ കറക്റ്റ് ആൻസർ. അനിൽ സീൽ ഈസ് ഹി ബിലോങ് ടു ദ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻ ആണ് അനിൽ സീൽ, മറക്കല്ലേ. Then, who is considered as the key figure in the development of subaltern historiography? Subaltern historiographyയുടെ കീ ഫിഗർ എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ ഈ ഒരു subaltern historiography became in the hand of the that historian became more developed stages in India also. That is Jawaharlal Nehru, Ranajit Guha, R.C. Majumdar, A.L. Bashir. So the correct answer, Ranajit Guha is the correct answer. അപ്പൊ ഞാനിവിടെ ഒരു നിരവധി സബാൾട്ടൻ ഹിസ്റ്റോറിയൻസിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡേവിഡ് അർണോൾഡ് ഗൗതം, ഭദ്ര ദിപേഷ് ചക്രവർത്തി, പാർത്ഥ ചാറ്റർജി, രണജിത് ഗുഹ, ഡേവിഡ് ഹാഡിമാൻസ്, സുദീപ്ത, പാണ്ഡി ഗ്യാൻ പ്രകാശ്, സരോജിനി സാഹു, അജയ് സക്കറിയ, ഗായത്രി ചക്രവർത്തി, സ്പിവാക് സൂസി തറു. ഇവരെല്ലാവരും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബാൾട്ടൻ ഹിസ്റ്റോറിയൻസ് ആണ്. മറക്കാതെ ഇവരെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് കൊടുക്കാം. ഇർബാൻ ഹബീബ്, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇർബാൻ ഹബീബ്, ബിപിൻ ചന്ദ്ര, ജെയിൻ സർക്കാർ, ആർ.ജി. ഭണ്ഡാർക്കർ. അപ്പൊ നമുക്ക് ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അപ്പൊ ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ഓപ്ഷൻ നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഇർബാൻ ഹബീബ് വന്നിട്ട് ഏതാണ്? അറ്റ്ലസ് ഓഫ് ദി മുഗൾ എംപയർ ആണ് കേട്ടോ. ഇർബാൻ ഹബീബ് വന്നിട്ട് 1C ആണ്. ഒന്നാമത്തെ ആൻസർ 1C ആണ്. പിന്നെ ജെഎൻ സർക്കാർ വന്നിട്ട് കമ്മ്യൂണലിസം, ജെഎൻ സർക്കാർ വന്നിട്ട് 1B വന്ന് അടുത്ത 2D ആണ് വന്നിട്ട് നിയർലി ഹിസ്റ്ററി ഓഫ് ഡെക്കാൻ. ജെയിൻ സർക്കാർ കമ്മ്യൂണലിസം ആൻഡ് മോഡേൺ ഇന്ത്യ. ഓപ്ഷൻ കമ്മ്യൂണലിസം ആൻഡ് മോഡേൺ 1C വന്നിട്ട് 2A ആണ്. 2A ആണ് വന്നിരിക്കുന്നത്. 2A ആണ്. അടുത്തത് ഹിസ്റ്ററി ഔറംഗസീബ് 3B ആണ്. ഹിസ്റ്ററി ഔറംഗസീബ് 4 ഡിയർലി ഹിസ്റ്ററി ഓഫ് ഡെക്കാൻ ആണ്. അപ്പൊ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 1C 2A. 2 ഏതാണ്? ദാണ്ട കമ്മ്യൂണലിസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ, ദാറ്റ് ഈസ് ബിപിൻ ചന്ദ്ര ആസ് ദ കറക്റ്റ് ആൻസർ. 3B ആണ് കറക്റ്റ് ആൻസർ. അതായത് ജെയിൻ സർക്കാർ ഹിസ്റ്ററി ഔറംഗസീബ്, 4D ആണ് ഇയർലി ഹിസ്റ്ററി ഓഫ് ഡെക്കാൻ. മറന്നു പോലെ. അപ്പൊ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. മറക്കില്ലല്ലോ. ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് കൂടി നമുക്ക്. ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ഹൂ റോഡ് ദ ബുക്ക് ഹെലനിക്ക. ഈ ഏത് ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആണ് ഹെലനിക്ക എന്ന പുസ്തകം രചിച്ചത്? പൊളിബിയസ്, ഹെറോഡോട്ടസ്, സൂസ്രൈസ്, സെനോഫോൺ. ഏതാ? സെനോഫോൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ഒന്നും തെറ്റിപ്പോകാതെ എന്നെ പഠിച്ചു വെച്ചോണം. കാരണം മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടുത്തെ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. തെറ്റിപ്പോവരുത്. ഓപ്ഷൻ A. അപ്പൊ ഇവിടുത്തെ സെനോഫോൺ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അനൽസ് ഹിസ്റ്റോറിയൻ ഹൂ റോഡ് ദ ബുക്ക് ഫ്യൂഡൽസ് ഓഫ്. നേരത്തെ നമ്മൾ അനൽസ് ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏത് അനൽസ് ഹിസ്റ്റോറിയൻ ആണ് ഫ്യൂഡൽ സൊസൈറ്റി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്? ഫെർണാണ്ട് ആണോ, മാർക്ക് ബ്ലോക്ക് ആണോ, ലൂസിയൻ ഫാബ്രി ആണോ, ജാക്കിസ് റെവൽ ആണോ? സോ ദ കറക്റ്റ് ആൻസർ ഏതാണ്? ഇവിടുത്തെ മാർക്ക് ബ്ലോക്ക് ആണ് കേട്ടോ. ഫ്യൂഡൽ സൊസൈറ്റി എന്ന ഗ്രന്ഥം രചിച്ചത് മാർക്ക് ബ്ലോക്ക് ആണ്. ഹി ബിലോങ് ടു അനൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻ. ഹു എക്സ്കവേറ്റഡ് ആൻഡ് ഡിസ്കവേർഡ് ദ മെഗലത്തിക് ബറിയൽസ് ഇൻ ദ മലബാർ റീജിയൻ ഇൻ 1823. മെഗലത്തിക് ബറിയൽസ് ഇൻ മലബാറിൽ കണ്ടെടുത്തിട്ടുള്ളത് 1823 ഡിസ്കവർ ചെയ്തെടുത്തത് ആരുടെ എക്സ്കവേഷൻസിലൂടെയാണ്? പിന്നെ ബ്രൂസ് ഫൂട്ടെ ആണോ, ബ്രൂസി ഫൂട്ടെ, ജെ ബാബിങ്ടൺ ആണോ, മോർട്ടിമർ വീലർ ആണോ, എ അയ്യപ്പൻ ആണോ? ബ്രൂസ് ഫൂട്ടി, ജെ ബാബിങ്ടൺ, മോർട്ടിമർ വീലർ, എ അയ്യപ്പൻ. ജെ ബാബിങ്ടൺ ഈസ് ദ കറക്റ്റ് ആൻസർ. 1823 മറന്നു പോകരുത്. ദ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ റെക്കോർഡഡ് ദ കൊല്ലമിറ. കൊല്ലമിറയെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ഇൻസ്ക്രിപ്ഷൻ നമുക്ക് ലഭ്യമാക്കി തരുന്ന ഏതിൽ നിന്നുമാണ്? ജൂയിഷ് കോപ്പർ പ്ലേറ്റ് ആണോ, തെരേസപ്പള്ളി കോപ്പർ പ്ലേറ്റ് ആണോ, മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണോ, വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണോ? മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. മറക്കല്. ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ സർവീസ് ടെൻഷൻ ഇൻ ദ മിഡീവൽ കേരള. മിഡീവൽ കേരള സർവീസ് ടെൻഷനെ ഡിനേറ്റ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ്? വിരുതിയാണോ, ജനമാണോ, കണം? ഓപ്ഷൻ ഡി വന്നിട്ട് അടിത്തൂണാണോ? വിരുതി ഈസ് ദ കറക്റ്റ് ആൻസർ. മറന്നു പോവാതെ പഠിക്കുക. മാർച്ചിങ് സോങ് എന്റർടൈൻഡ് ഐക്യ കേരളത്തിലേക്ക് വാസ് റിട്ടൺ ബൈ 1946 ബൈ ദ അംശി നാരായണപിള്ള, ONV കുറുപ്പ്, വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ. ബി ഭാസ്കരൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഐക്യ കേരളത്തിലേക്ക് ഒരു മാർച്ചിങ് സോങ് എന്റർടൈൻഡ് ഇൻ 1946 ബൈ പി ഭാസ്കരൻ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്ന ഏതാണെന്ന് കണ്ടെത്തുക. ഇളംകുളം കുഞ്ഞംപിള്ളൈ, പെരുമാൾസ് ഓഫ് കേരള, MGS നാരായണൻ ആണോ, കേരളീയത ചരിത്രമാനങ്ങൾ, MR രാഘവ വാര്യരാണോ, കേരളത്തിന്റെ ഇന്നലേകൾ, PK ബാലകൃഷ്ണന്റെ പുസ്തകത്തിന്റെ പേരാണോ,
എന്താണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്ന PK ബാലകൃഷ്ണന്റെ ബുക്കാണ്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും മാത്രമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ശ്രദ്ധിച്ചല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാച്ച്? മാച്ച് ചെയ്യാത്തത് ഏതാണ്? യോഗസൂത്ര പതഞ്ജലിയാണ്. യോഗസൂത്ര പതഞ്ജലി. യോഗസൂത്ര രചിച്ചത് പതഞ്ജലി തന്നെയാണോ? അതൊന്ന് നോക്കുക. പഞ്ചസിദ്ധാന്തിക വരാഹമീരൻ, മൃച്ഛകടികാരം ശൂദ്രകൻ, അഷ്ടാംഗ ഹൃദയം ആര്യഭടൻ. പഞ്ചസിദ്ധാന്തിക വരാഹമീരൻ, മൃച്ഛകടികാരം ശൂദ്രകൻ, അഷ്ടാംഗ ഹൃദയം ആര്യഭടൻ. ഏതാ കുട്ടികളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അതായത് which among the following is not a കറക്റ്റ്ലി മാച്ച് ചെയ്യാത്തത് ഏതാണ്? അപ്പൊ ഓപ്ഷൻ ഡി ആണ് അല്ലെ. അഷ്ടാംഗ ഹൃദയം വാഗ്ഭടനാണ് അഷ്ടാംഗ ഹൃദയം രചിച്ചത്, അല്ലാതെ ആര്യഭടൻ അല്ല. ആര്യഭട്ടയുടെ ടെസ്റ്റ് ആണോ അഷ്ടാംഗ ഹൃദയം? വാഗ്ഭട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്കും കൂടി നമുക്കൊന്ന് കടന്നു പോകാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പോറ്റി ശ്രീരാമലു, സോമനാഥ് ശർമ്മ, വിനോബ ഭാവ, ബദറുദ്ദീൻ ത്യാബ്ജി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട, പോറ്റി ശ്രീരാമലുവിനെ എല്ലാവർക്കും അറിയാം, ആന്ധ്രാപ്രദേശിലേക്ക് കടക്കും. പിന്നെ വിനോബ ഭാവ മക്സസെ അവാർഡ്. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ആൻസർ കിട്ടി. അങ്ങനെയും കൂടെ നോക്കിക്കോണം. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശ്, വിനോബ ഭാവ മക്സസെ അവാർഡ്, ബി വന്നിട്ട് സോമനാഥ് ശർമ്മ വന്നിട്ട് എന്താണ് B2 പരംവീർ ചക്ര തന്നെയാണ്. അടുത്ത ഡി വന്നിട്ട് 3 ആണ്. ബദറുദ്ദീൻ ത്യാബ്ജി വന്നിട്ട് നാഷണൽ ഫ്ലാഗ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ വന്നത് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് എ ട്രൂ. സമത്വ സമാജം വാസ് ഫൗണ്ടഡ് ബൈ സഹോദരൻ അയ്യപ്പൻ. PN പണിക്കർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ലൈബ്രറി മൂവ്മെന്റ് ഇൻ കേരള. ചട്ടമ്പി സ്വാമികൾ അറ്റൈൻഡ് ദ സമാധി അറ്റ് പന്മന. ശ്രീ ശങ്കരാചാര്യ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ റിവൈവൽ ഓഫ് ഹിന്ദുയിസം ഇൻ കേരള. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ ആണോ? അല്ല, അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയും നമ്മൾ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സർ ജോൺ നിക്കോൾസൺ, ജനറൽ ഹാവിലോക്ക്, സർ ഹ്യൂഗ്രോസ് ആൻഡ് കേണൽ നീൽ. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് കടക്കാം. സർ ഹ്യൂഗ്രോസ് വന്നിട്ട് ജാൻസി ആണ്. അത് എല്ലാവർക്കും അറിയാം അല്ലെ. ജാൻസി ആണ്. 3 വന്നിട്ട് ജാൻസി. ഓപ്ഷൻ 3 വന്നിട്ട് എ ആണ്. 3 വന്നിട്ട് എ. അതിലോട്ടും കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആണ് കേട്ടോ. പിന്നെ നിക്കോൾസൺ വന്നിട്ട് എന്താണ്? സി, ഡൽഹി ആണ്. അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ബി ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ. ഓപ്ഷൻ 1 സി, 2 ഡി ആണ്. ജനറൽ ഹാവിലോക്ക് ബനാറസ് തന്നെയാണ്. കേണൽ നീൽ വന്നിട്ട് ബി ആണ്. കേണൽ നീൽ വന്നിട്ട് അല്ല 3 എ 2 ഡി 2 കാൺപൂർ ആണ്. ഹാവിലോക്ക് കാൺപൂർ ആണ്. ഡി 3 എ പഠിച്ചു. 4 നമ്മൾ നോക്കാം. പിന്നെ കേണൽ നീല് വന്നിട്ട് ഏതാണ് കുട്ടികളെ? ബനാറസ് ആണ്. ബനാറസ്. അപ്പൊ നമ്മൾ ബി അല്ലേ ആൻസർ കറക്റ്റ്. ശ്രദ്ധിച്ചൊക്കെ നോക്കി പോണം. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. അണ്ടർ കമ്മീഷൻ, സഡ്ലർ കമ്മിറ്റി, ഹാർട്ടോൺ കമ്മിറ്റി, സർജന്റ് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ. പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. സർജന്റ് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ 1944 തന്നല്ലോ. അണ്ടർ കമ്മീഷൻ 1882 ആണല്ലോ. അപ്പൊ 1 വന്നിട്ട് സി ആണ്. 1 സി ആണ് അല്ലെ. 1 സി ആണ്. സഡ്ലർ കമ്മീഷൻ 2 എ ആണ്. വന്നിട്ട് 1917 ആണ്. ഹാർട്ടോൺ കമ്മിറ്റി 1929 1 സി 2 എ ആണ്. 2 എ ആണ്. അടുത്ത 3 വന്നിട്ട് ബി ആണ്. സോ ദ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഗുപ്ത എംപറർ ചന്ദ്രഗുപ്ത വാസ് നോൺ ബൈ വിച്ച് അതർ ഫോളോ നെയിം. അതായത് ചന്ദ്രഗുപ്ത റൂളർ ആയിരുന്ന ചന്ദ്രഗുപ്തനെ അറിയപ്പെടുന്ന മറ്റു ചില പേരുകൾ എന്തൊക്കെയാണ്? ദേവഗുപ്ത, ദേവരാജ, ദേവപുത്ര, ദേവരഥ. അപ്പോ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഓൺലി ആണോ? എ ബി ഓൺലി ആണോ? എ ബി സി ഓൺലി ആണോ? ഡി വന്നിട്ട് ബി സി ഡി ഓൺലി ആണോ? ബി സി ഡി ഓൺലി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആൻഡ് ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് ദേവഗുപ്ത, ദേവരാജ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തനാണ്. ദേവഗുപ്ത, ദേവരാജ മറക്കരുത്. അടുത്ത് എമംഗ് ദ ഉപവേദ ധനുർവേദ. ഉപവേദമാണ് ധനുർവേദ. ധനുർവേദ ഡീൽസ് വിത്ത് മ്യൂസിക്, ആർട്ട്, വാർഫെയർ, അസ്ട്രോണമി. വാർഫെയർ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എന്താ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒന്ന് നോക്കി വെച്ചേണ്ടതായിട്ടുണ്ട്. ഓൾ ഇന്ത്യൻ ഫോർവേഡ് ബ്ലോക്ക്, ഇന്ത്യൻ അസോസിയേഷൻ, കോൺഗ്രസ് നാഷണൽ പാർട്ടി, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. ഇത് വന്നിട്ട് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഓൾ ഇന്ത്യൻ ഫോർവേഡ് ബ്ലോക്ക് വന്നിട്ട്
നമുക്ക് എല്ലാവർക്കും അറിയാം സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പൊ നമ്മൾ ഏകദേശം A2 കിട്ടിക്കഴിഞ്ഞു. ഇനി ഇന്ത്യൻ അസോസിയേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആരാണ്? സുരേന്ദ്രനാഥ്. അപ്പൊ നമ്മൾ ഏകദേശം ആൻസർ A2B1. ഇനി കോൺഗ്രസ് നാഷണൽ പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആരാ? മദൻ മോഹൻ മാളവ്യ ഇസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ വന്നിട്ട് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി BR അംബേദ്കർ ആണ്. അപ്പോൾ തന്നെ ഉത്തരം നമുക്ക് കിട്ടി ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചു തന്നെ പോകണം. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. 2 ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്രോൺസ് ഏജ് പീപ്പിൾ ഹൂ കാൾഡ് ദെയർ ലാൻഡ് ബ്ലാക്ക് ലാൻഡ് എന്ന് വിളിച്ചത് ഏത് ബ്രോൺസ് ഏജ് പീപ്പിൾ ആണ് അവരുടെ ലാൻഡിനെ ബ്ലാക്ക് ലാൻഡ് എന്ന് വിളിച്ചത്? സുമേറിയൻസ്, ഈജിപ്ഷ്യൻസ്, ചൈനീസ്, ഇങ്കാസ്. ഈജിപ്ഷ്യൻസ് ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏജ് ഓഫ് റിനൈസൻസ് സ്പാനിഷ് റൈറ്റർ സെർവന്തി റോഡ് ദ ബുക്ക് ഡിവൈൻ കോമഡി, ഡെക്കമറൻ, മർച്ചന്റ് ഓഫ് വെനീസ്, ഡോൺ കിക്സോട്ട്. അപ്പൊ സെർവന്തിയുടെ ബുക്കിന്റെ പേരെന്താ? ഡോൺ കിക്സോട്ട് ആണ്. ഡിവൈൻ കോമഡി ഡാൻഡി ആണ് കേട്ടോ. പിന്നെ ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മർച്ചന്റ് ഓഫ് വെനീസ് വില്യം ഷേക്സ്പിയറിന്റെ നാടകത്തിന്റെ പേരാണ് മർച്ചന്റ് ഓഫ് വെനീസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ സർവന്തിയുടെ ബുക്കിന്റെ പേരാണ് ഡോൺ കിക്സോട്ട്, മറക്കല്ലേ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനേക്കും കൂടെ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്ന ഏതാണ്? ബാറ്റിൽ ഓഫ് ആന്റിബഷ് ഫ്രഞ്ച് വേഴ്സസ് പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണോ? ബാറ്റിൽ ഓഫ് ബക്സാർ 1764 മറന്നുപോലെ. വാൻഡി ഭാഷ 1760 ആണ്. നിങ്ങൾ ക്രോണോളജിക്കൽ ആയിട്ട് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകണം. ബാറ്റിൽ ഓഫ് ചലിയൻ വാലാബാഗ്, ബാറ്റിൽ ഓഫ് ചലിയൻ വാല ഡൽഹൌസിയും മറാത്തയും തമ്മിലാണോ? ബാറ്റിൽ ഓഫ് ഖർദ നിസാം വേഴ്സസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണോ? അവിടെ ഒന്ന് പഠിച്ചു പോകണം. 1764 മിർ ഖാസിമാണ്, മിർ ജാഫർ അല്ല ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മിർ ഖാസിമാണ്. ഷുജാഉദ്ദൗള, ഷാ ആലം എന്നിവർ ചേർന്നിട്ടുള്ള സൈലമാണ്. പിന്നെ ഹെക്ടർ മാൻഡ്രോക്കെതിരെയാണ് പോരാടിയത്. അതല്ലാതെ ബാറ്റിൽ ഓഫ് പ്ലാസി 1756 റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും. അപ്പൊ അതുകൊണ്ട് അത് തെറ്റ് തന്നെയാണ്. ചലിയൻ വാല വന്നിട്ട് 1849 1849 കേട്ടോ. ഡൽഹൌസിയും സിഖുകാരും തമ്മിലാണ്. അപ്പൊ അവിടെയും തെറ്റ്. ബാറ്റിൽ ഓഫ് ഖർദ വന്നിട്ട് നിസാം തന്നെയാണ്, പക്ഷെ മറാത്തയും നിസാമും തമ്മിലാണ്. പിന്നെ ഹൈദരാബാദിലെ നിസാമും മറാത്തക്കാരും തമ്മിലാണ് ബാറ്റിൽ ഓഫ് ഖർദ പോരാടിയത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ കർണാടക യുദ്ധമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്നത് 4 കർണാടക യുദ്ധങ്ങളാണ്. അതിലൊന്നാണ് വാണ്ടിവാഷ്. പിന്നെ ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചണം. ചലിയൻ വാലാബാഗയുടെ ഇയർ ഞാൻ പറഞ്ഞു. ഇനി ഖർദയുടെ ഇയർ 1795 ബാറ്റിൽ ഓഫ് ഖർദ. ചലിയൻ വാല 1849 കേട്ടോ. 1849. 1764 ഏതാ നടന്നത്? 1764 ജനുവരി 3 നമ്മുടെ ബക്സാർ യുദ്ധം നടക്കുന്നത്, മറക്കരുത്. അടുത്തത്, ടൈം സബാൾട്ടൻ വാസ് ബോറോഡ് ബൈ ദ ഗ്രൂപ്പ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഫ്രം ദ റൈറ്റിംഗ്സ് ഓഫ് ജോർജ് റൂഡ്, റോഡ്നി ഹിൽട്ടൺ, ആൽബർട്ട് സോബൾ, അന്റോണിയോ ഗ്രംസി. അപ്പൊ ആരുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് സബാൾട്ടിയൻകാര് അല്ലെങ്കിൽ സബാൾട്ടിയൻ, ദ ടേം സബാൾട്ടിയൻ എന്ന വേർഡ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ആൻസർ അന്റോണിയോ ഗ്രംസി ഈസ് ദ കറക്റ്റ് ആൻസർ. ഹെഡ് ക്വാർട്ടർ ഓഫ് സാർക്ക്, സാർക്കിന്റെ ഹെഡ് ക്വാർട്ടർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി, കൊളംബോ, ധാക്ക, കാഠ്മണ്ഡു. സാർക്കിന്റെ ഹെഡ് ക്വാർട്ടർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കാഠ്മണ്ഡുവിലാണ്, മറക്കാതിരിക്കുക. ഹൂ ഫൗണ്ടഡ് ദ ലിംഗായത്ത് മൂവ്മെന്റ് ഇൻ ദ സൗത്ത്? അപ്പൊ സൗത്തിലെ ലിംഗായത്ത് മൂവ്മെന്റ് രൂപീകരിച്ചത് ആരാണ്? രാമാനുജ, മാധവ, ബാസവരാജ, കമ്പൻ. ബാസവരാജ ഇസ് ദ കറക്റ്റ് ആൻസർ, മറന്നു പോവാതിരിക്കുക. ദി സിംബൽ ഓഫ് ബുദ്ധിസം റീയൂണിക്കേഷൻ, പിന്നെ ബുദ്ധന്റെ ഏത് സിംബലാണ് റീയൂണിക്കേഷനുമായിട്ട് ബന്ധം? ലോട്ടസ്, വീൽ, ഹോഴ്സ്, സ്തൂപ. അപ്പൊ ഹോഴ്സ് ഇസ് ദ കറക്റ്റ് ആൻസർ. ലോട്ടസ് റെപ്രസെന്റ് ബുദ്ധ ബ്രത്ത്, വീല് റെപ്രസെന്റ് ധർമ്മചക്ര, നിങ്ങൾ ഫസ്റ്റ് സെർബൻ. സ്തൂപ റെപ്രസെന്റ് ദ സിംബോൾ ഇസ് ദ പരിനിർവാണ ഓർ ദ ഡെത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഡ്യൂറിംഗ് ദ സംഗം ഏജ് നെയ്തൽ ബിലോങ്സ് ടു കോസ്റ്റൽ ഹിൽ റീജൻ, ഡെസർട്ട് റീജൻ, ഫീൽഡ്. കോസ്റ്റൽ റീജൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, പിന്നെ അപ്പോൾ ഹിൽ റീജൻ എന്ന് പറയുമ്പോൾ കുറിഞ്ഞിയാണ്, ഡെസർട്ട് റീജൻ പാലൈ, ഫീൽഡ് മരുതം. അത് ഈസ് റെപ്രസെന്റ് ബൈ മരുതം. ഓക്കെ, ദെൻ ഇയർലെസ് റെഫറൻസ് ടു കേരള ഇൻ ഏൻഷ്യന്റ് ടെക്സ്റ്റ്. അതായത് കേരളത്തെ കുറിച്ച് ആദ്യമായിട്ട് റെഫറൻസ് നൽകുന്ന ഏർലിയസ്റ്റ് ഏൻഷ്യന്റ് ടെക്സ്റ്റ് ഏതാണ്? അർത്ഥശാസ്ത്ര, അശോക ഈഡിറ്റ്സ്, ഋഗ്വേദ, ഐതരേയ ആരണ്യകം. കറക്റ്റ് ആൻസർ ഐതരേയ ആരണ്യകം. ഓക്കെ, അറബ് സ്പ്രിംഗ് മൂവ്മെന്റ് ബിഗൻ ടു 18 ഡിസംബർ 2013. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ടുണീഷ്യ, പാലസ്റ്റീൻ. Which is the correct answer? Tunisia is the correct answer. Muhammad Bouazizi are considered as the starting point of the border Arab Spring movement in Tunisia. Okay, അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് നമുക്ക് പോകാനായിട്ട്. നമുക്ക് ആ ക്വസ്റ്റിലേക്ക് കൂടെ ഒന്ന് പോകാം. മാച്ച് ഫോളോയിങ്: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രജനി പാംചന്ദ്, അബ്ദുൽ കലാം ആസാദ്, വാലന്റീന ഷിറോൾ.
അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നിങ്ങൾ തന്നെ നോക്കുക. ഓപ്ഷൻ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വന്നിട്ടുള്ളത്? ഇന്ത്യ ഡിവൈഡ് ആണ് വന്നത് അല്ലെ? ഇന്ത്യ ഡിവൈഡ് ആണ്. അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ വിൻസ്, പിന്നെ ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ്. ബിയോൺ രജനി പാംദത്ത് വന്നിട്ട് ഇന്ത്യ ടുഡേ ആണ് അല്ലെ വന്നിട്ട്. സി വന്നിട്ട് സി ബി വന്നിട്ട് ഒന്നാണ്. ഇന്ത്യ ടുഡേ മറന്നു പോവാതിരിക്കുക. വാലന്റീന ഷിരോൾ എല്ലാവർക്കും അറിയാം. ഇന്ത്യ അൺപ്രസ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് മാച്ച്ഡ്? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണ്? സ്പിന്നിംഗ് ജെനി ജെയിംസ് ഹാർഗ്രാവിസ്, സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട്, റിച്ചാർഡ് ആർക്കുറൈറ്റ് വാട്ടർ ഫ്രെയിം, സാമുവൽ ക്രോംപ്റ്റൺ കോട്ടൺ ജെൻ. കോട്ടൺ ജെൻ ആണോ സാമുവൽ ക്രോംപ്റ്റൺ കണ്ടെത്തിയ? അല്ലെ, സ്മൂൾ എന്ന യന്ത്രമാണ് കണ്ടെത്തിയത് അല്ലെ. അപ്പൊ സ്മൂൾ എന്ന യന്ത്രമാണ് സാമുവൽ ക്രോംപ്റ്റൺ കണ്ടെത്തിയത്. മ്യൂള്, സ്പിന്നിംഗ് മൂൾ ആണ് കേട്ടോ കുട്ടികളെ. സ്പിന്നിംഗ് മൂൾ ആണ് ആര് കണ്ടെത്തിയത്? സാമുവൽ ക്രോംപ്റ്റൺ സ്പിന്നിംഗ് മൂൾ ആണ് കണ്ടെത്തിയത്. അപ്പോ ഇത് തെറ്റാണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നീൽ ദർപ്പൺ ബൈ ദീനബന്ധു മിത്ര പോർട്രൈറ്റ് ദ പ്ലൈറ്റ് ഓഫ് ബർദോളി പെസൻസ് ആണോ? ബർദോളി സത്യാഗ്രഹമാണോ? ലാൻഡ്ലെസ് ലേബേഴ്സിനാണോ? ഇൻഡിഗോ പ്ലാന്റേഴ്സിനാണോ? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കേഴ്സിനാണോ? സോ ദ കറക്റ്റ് ആൻസർ ഇൻഡിഗോ പ്ലാന്റേഴ്സ്. നീലം കർഷകർ അല്ലെ, നീലം കർഷകരെ കുറിച്ചാണ് നീൽ ദർപ്പണിൽ ദീനബന്ധു മിത്ര പോർട്രേറ്റ് ചെയ്ത് വരച്ച് ചിത്രീകരിച്ച് കാണിച്ചിരിക്കുന്നത്. ദ ക്രോണോളജിക്കൽ ഓർഡർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് മൂവ്മെന്റ്, ക്രോണോളജിക്കൽ ഏജിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര 1922 ആണ്. ജാലിയൻ വാലാബാഗ് 1990ലാണ്. ക്വിറ്റ് ഇന്ത്യ 1930, ദണ്ഡി മാർച്ച് 1930. അപ്പൊ ഓർഡറിൽ ഇവന്റ്സ് ഫസ്റ്റ് വന്നിട്ടുള്ള ഏതാ കുട്ടികളെ? ആദ്യം നടന്നത് ജാലിയൻ വാലാബാഗ് മെസാക്കർ ആണ്, 1990 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവന്റ്സ് അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് മൂവ്മെന്റ് ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് ദ ക്രോണോളജി. ചമ്പാരൻ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ചമ്പാരൻ ബൈക്കോട്ട് മൂവ്മെന്റ്, സൈമൺ കമ്മീഷൻ 1928, ചമ്പാരൻ 1970, RIN mutiny 1946, ഖിലാഫത്ത് 1919. അപ്പോ 1, 4, 2, 3 is the correct answer. 1, 4, 2, 3 is the correct. Option D is the correct answer. Okay. അപ്പോൾ ക്രോണോളജിക്കൽ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. രാഷ്ട്രകൂട ഹാഡ് ദെയർ ക്യാപിറ്റൽ. ഇത് നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. രാഷ്ട്രകൂട പിന്നെ രാജ്യത്തിന്റെ രാഷ്ട്രകൂട ചക്രവർത്തിമാരുടെ തലസ്ഥാനം മാനഗേദ, അതാണ് മാൽഹട്ട് എന്ന് പറയുന്നത് കേട്ടോ. മാൽഹട്ട്, എല്ലോറ, വല്ലഭി, കനൌജ്. മാൽഹട്ട് അഥവാ മാനഗേദ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് രാഷ്ട്രകൂട. അത് വന്ന് കുവത്തുൽ ഇസ്ലാം മോസ്ക് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? കുവത്തുൽ ഇസ്ലാം മോസ്ക് അറ്റ് ഡൽഹി വാസ് കൺസ്ട്രക്ടഡ് ബൈ ഡൽഹി സുൽത്താൻ ഇൽതുമിഷ്, ബാൾബൻ, കുതുബുദ്ദീൻ ഐബക്, അലൗദ്ദീൻ ഖിൽജി. ആരാ കുട്ടികളെ? കുതുബുദ്ദീൻ ഐബക് ഈസ് ദ കറക്റ്റ് ആൻസർ, മറക്കരുത്. ദ ഫസ്റ്റ് അഫ്ഗാൻ, ഡൽഹിയിലെ ആദ്യത്തെ അഫ്ഗാൻ റൂളർ ആരാണ്? ആരാ? കിസർ ഖാൻ, മുബാറക് ഷാ, ബഹലുൽ ലോധി, സിക്കന്ദർ ലോധി. ബഹലുൽ ലോധി is the correct answer. Bahalul Lodi is the correct answer. King Vallabi who was defeated by the Harshavardhana. The King Vallabi who was defeated by the Harshavardhana. Harivarman, Grehavarman, Dhruvasena second, Shashanka. So the correct answer Dhruvasena second is the correct answer. The King Vallabi who was defeated by the Harshavardhana. Dhruvasena second. Whom of the following prepared the 95 thesis? തയ്യാറാക്കിയത് ആരാണ്? ജോൺ വൈക്ലിഫ്, ഓൾഡ്രിച്ച് റിംഗ്ലി, മാർട്ടിൻ ലൂതർ, ജോൺ കാൾവിൻ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ള ആൻസർ ഏതാണ്? 95 തീസസ് തയ്യാറാക്കിയ റിഫോർമേഷൻ പ്രൊട്ടസ്റ്റന്റ് ലീഡർ ആയിട്ടുള്ള മാർട്ടിൻ ലൂതർ ഇൻ ജർമ്മനി. ദ ബെർലിൻ റിവല്യൂഷൻ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ഈസ് അസോസിയേറ്റഡ് വിത്ത് ബെർലിൻ റിവല്യൂഷൻ. ഹിസ്റ്റോറിയോഗ്രാഫിയിലെ ബെർലിൻ റിവല്യൂഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ട്? റൂസെ, ഹിറ്റ്ലർ, ലിയോപോൾഡ് റാങ്കെ, ഇമാനുവൽ കാന്ത്. So the correct answer Leopold von Ranke. Leopold von Ranke is the correct answer. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരവധി നമ്മളെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളും ക്വസ്റ്റ്യൻസുകളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഓക്കെ, താങ്ക് യു.